എൻ്റെ പേര് ബാഹുലേനാണ്. ധനുച്ചുരം സ്വദേശിയാണ്. ദേശീയ കായികതരം പാറശാല വികസന മണ്ഡലം ഹരീന്ദ്രൻ സാർ 3-ാം തവണയാണ് ഇലക്ഷന് നിൽക്കുന്നത്. പാറശാല മണ്ഡലത്തിൽ 2 തവണയും വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് 3-ാം തവണയാണ് വിജയിക്കാൻ വേണ്ടി വികസന നായകൻ പാറശാല MLA ഹരീന്ദ്രൻ നിൽക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത നൽകുന്നത്. നമ്മളിപ്പോൾ ലൈവാണ് നൽകുന്നത്. ഏറ്റവും 3-ാം തവണയാണ് വിജയിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളോട് ധനുവച്ചൂരത്തുള്ള ജോണാണ് പരിചയപ്പെടുന്നത്. വികസനത്തിൻ്റെ കാര്യങ്ങൾ, സ്കൂൾ വികസനം, അതുപോലെ റോഡുകൾ വികസനം, ഇതിൻ്റെ വികസനത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാം. ജോൺ എന്ന് പറഞ്ഞ ചേട്ടൻ ധനുവച്ചൂരം സ്വദേശിയാണ്. പാറശാല മണ്ഡലത്തിലെ കൊല്ലൈ പഞ്ചായത്ത് പെടുന്നതാണ് ജോണിൻ്റെ വീട്. നമുക്ക് ജോണിൻ്റെ കൂടി നിന്ന് കാര്യങ്ങൾ ചോദിക്കാം. 60 കൊല്ലത്തുകൊണ്ട് ഇടതുപക്ഷത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. നമുക്ക് ആ പുള്ളിയിലൂടെ തന്നെ ചോദിക്കാം. ചേട്ടാ പേര് ജോൺ. ഈ ഇലക്ഷന്റെ കാര്യം എങ്ങനെ? 3-ാം തവണയിലെ പാറശാല MLA ബഹുമാനപ്പെട്ട MLA ഹരീന്ദ്രൻ അവറുകൾ 3-ാമത്തെ പ്രാവശ്യമാണ് പാറശാല മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നത്. എന്നാൽ ഈ പാറശാല 3-ാമതും ഈ നമ്മളെ സ്ഥാനാർത്ഥി ജയിക്കുമെന്നുള്ളത് 100% ഉറപ്പായിരിക്കുകയാണ്. കാരണം ഇവിടുത്തെ വികസന നായകൻ എന്ന് മുദ്ര കുത്തിയിട്ടുള്ള ആളാണ് നമ്മുടെ ഹരീന്ദ്രൻ സാർ. ആയതിനാൽ ഇവിടെ വികസനം ഏത് രാഷ്ട്രീയ പാർട്ടിയേക്കാൾ ഏറ്റവും അധികം വികസനം നടത്തിയത്, വികസനം ചെയ്ത ആളെന്ന് പറയുന്നത് CK ഹരീന്ദ്രൻ അവറുകളാണ്. എന്തെല്ലാം വികസനമാണ്? റോഡുകൾ, പാലങ്ങൾ, സ്കൂൾ കെട്ടിടങ്ങൾ, ഇതെല്ലാം ഇവിടെ ജനങ്ങൾക്ക്, പാവപ്പെട്ടവർക്ക് വീടുകൾ, പഞ്ചായത്ത് വഴിയുള്ള ലൈഫ് മിഷന്റെ വീടുകൾ, ഇതെല്ലാം കൊടുത്ത ഒരാളാണ്. ഈ സ്കൂളുകളുടെ സ്റ്റേഡിയം, ഈ സ്കൂളിന്റെ അടുത്തൊരു സ്റ്റേഡിയം 1 കോടി രൂപയ്ക്ക് ചെയ്യുന്നു. അതുപോലെ പല സ്കൂളിന്റെ ഹൈടെക് ക്ലാസുകൾ, സ്കൂളിന്റെ എല്ലാ വികസനവും ഇത് നടത്തിയ ഒരാളാണ് സഖാവ് CK ഹരീന്ദ്രൻ. അതുപോലെ ധനുവച്ചൂർ ഏറ്റവും കേരളത്തിൽ, ഇന്ത്യയിൽ മാതൃകയായി ഏറ്റവും വലിയൊരു ITI, അതിന്റെ പേര് ITI പുതിയ കെട്ടിടം 72 കോടി രൂപ മുടക്കി ഇന്റർനാഷണൽ ITI ചെയ്ത ആളാണ്. ഒരു കാലത്തും ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കാതെയും പറഞ്ഞു കേട്ട് വിശ്വസിക്കാതെയും കിട്ടുന്ന ഒരു കാര്യമാണത്. ഇത്രയും ഈ നമ്മുടെ ബഹുമാനപ്പെട്ട ഹരീന്ദ്രൻ സാർ ചെയ്തതിൽ ഏറ്റവും വലിയ ജനങ്ങൾക്കും ഒരു ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. അതുപോലെ പല വികസനങ്ങളും, എല്ലാ വികസനവും അമരവള കാരക്കോണം റോഡ് 27 കോടി രൂപയ്ക്ക് എന്നാ പറയുന്നത്. പക്ഷെ ഇവിടെ ആ റോഡിന്റെ പണി ധൃതപ്പെട്ട് നടക്കുന്നു. മഞ്ചവിളാകം മലയക്കട റോഡ്, ഈ കാരക്കോണം തൊട്ടുള്ള ഹൈവേ റോഡ്, നാഷണൽ ഹൈവേ 66 റോഡ്, ഇതെല്ലാം ചെയ്ത് ബഹുമാനപ്പെട്ട ഹരീന്ദ്രൻ സാറാണ്. ആയതുകൊണ്ട് ഇപ്രാവശ്യം അങ്ങേറെ കഴിഞ്ഞ തവണത്തേക്കാൾ 2 തവണത്തേക്കാൾ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം 65,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ CK ഹരീന്ദ്രൻ സാർ ജയിച്ചിരിക്കും. ഇവിടെ ജയിക്കും. പാറശാല മണ്ഡലത്തിൽ ജയിക്കും. എഴുതി വെച്ചോ. അതിന് ഞാനിതാ രഹസ്യമായിട്ട് പറയുന്നു. പിന്നെ ഈ കോൺഗ്രസിന്റെ ചില അമ്മച്ചിമാരെയും ചില കോൺഗ്രസ്സുകാരി പെണ്ണുങ്ങളെയും കൊണ്ട് കരിവാരി തേക്കാൻ പല ചോദ്യങ്ങളും ചോദിച്ച് അയാൾ ഉത്തരം മുട്ടിക്കുന്നു. അങ്ങനെ ഒരു സംഭവം ഈയിടയ്ക്ക് അമ്പൂരിയിൽ വെച്ചുണ്ടായി. ആ പേരും അമ്പൂരി പാലം, എന്താ പാലത്തിന്റെ പേര് ഓർമ്മയില്ല. പാലം നിർമ്മിച്ചു. എന്താ അവിടുത്തെ ജനങ്ങൾക്ക് എന്ത് ആശ്വാസമായി. എത്രയോ കാലം കൊണ്ടുള്ള പാലം. ആറ്റിൽ വെള്ളം, മഴ പെയ്ത് ആറ്റിൽ വെള്ളം കയറിയാൽ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. ഏറ്റവും ദൈവമാണെന്നാണ് ഇപ്പൊ അവിടുത്തെ ആൾക്കാർ പറയുന്നത്. CK ഹരീന്ദ്രൻ എന്ന് പറഞ്ഞ ആൾ ദൈവമാണ്, ദൈവത്തിന് തുല്യനാണ്. കാരണം അവിടെ ഈ പാലം ആരും കാണാതെ കിട്ടുന്നൊരു പാലം ഇത് ചെയ്തു കൊടുത്തു. ആദിവാസികളല്ലേ കൂടുതലും അവരുടെ ആദിവാസികൾ ഏറ്റവും കൂടുതൽ 60% ആദിവാസികളും മറ്റുള്ള ആൾക്കാർ സിവിലിയന്മാരും ഉണ്ട്. പക്ഷെ എന്നാലും ഏറ്റവും കൂടുതൽ ഈ വികസനങ്ങൾ ചെയ്ത വികസന നായകൻ എന്ന് പേര് വരാൻ കാര്യം പാറശാലയുടെ MLA വികസന നായകൻ ഹരീന്ദ്രനാണ്. അതുകൊണ്ട് ഇപ്രാവശ്യം എല്ലാവരും ആത്മാർത്ഥമായിട്ട് CK ഹരീന്ദ്രൻ സാറിന് വോട്ട് ചെയ്യും
ചെയ്യുമെന്ന് വിശ്വാസം ചെയ്യും എന്നുവെച്ചാൽ അയാളിൽ നിന്നുള്ള അനുഭവങ്ങൾ കിട്ടിയ ആൾക്കാരാണ് എല്ലാം. നിങ്ങൾ ഇടതുപക്ഷത്ത് വന്നിട്ട് എത്ര കൊല്ലം വരും? ഞാൻ വന്നിട്ട് 60 വർഷത്തോളമായി. എനിക്കിപ്പോ 76 വയസ്സായി. അന്ന് തൊട്ട് ഇന്ന് വരെ ഇടതുപക്ഷത്തിന്റെ കൂടെ തന്നെ ഉണ്ട്. പാർട്ടി എല്ലാ സഹായം ചെയ്യും. ബാക്കിയല്ല എനിക്ക് വേണ്ട സഹായങ്ങൾ അങ്ങനെ പോകുന്നു. നമ്മൾ ഇന്നും ഒരു വയസ്സായി അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിലും ഇങ്ങനെയൊക്കെ നടക്കുന്നു. എന്നാലും മരണകാലം വരെ ഈ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തന്നെ കമ്മ്യൂണിസ്റ്റ് മാർക്സ് പാർട്ടിയും തന്നെ ചരിത്ര വടയും കട്ടൻ ചായം കുടിച്ച കാലങ്ങൾ ഓർമ്മിക്കും. അന്ന് 10 പൈസയ്ക്ക് വഴിയില്ലാത്ത സമയത്ത് ഇലക്ഷനിലും ഓരോ തെരഞ്ഞെടുപ്പിലും നടന്ന് വോട്ട് പിടിച്ച ആളാണ് നമ്മൾ. സഖാവ് സെൽവരാജ്, സത്യനേശൻ, ഗൗതമൻ അവരൊക്കെ നമ്മുടെ പാർട്ടിയിലുണ്ടായി. ഇവിടെ പാർട്ടി കൊല്ലയിൽ പഞ്ചായത്ത് നിലനിൽക്കാൻ അവർ പ്രയത്നിച്ചിട്ടാണ് ഇവിടെ നിലനിന്നത്. ഇതൊക്കെ സത്യമായ അപ്പോഴേ നമ്മളും കൂടി ഉള്ളതാണ്. ഞാനും കൂടി ആ കൂട്ടത്തിൽ കൂടി പോവുകയും വരികയും ചെയ്ത കാലഘട്ടം. പക്ഷെ ഇപ്പോഴും വയസ്സായി നമ്മൾ മാറി നിൽക്കുന്നു. മാറിയിട്ടില്ല പാർട്ടി തന്നെ. എന്നാൽ ഇപ്പോഴേ എനിക്ക് പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ട്. അതിന്റെ പൈസ അടച്ചിട്ട് അപ്പോൾ നമുക്ക് ഈ വെട്ടം ലൈറ്റുകൾ എല്ലാ എല്ലാം സുലഭമായി. പക്ഷെ ഇടയ്ക്കിടയ്ക്കുള്ള ഈ കോൺഗ്രസ് മെമ്പർമാരുള്ളിടത്താണ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട്. അവിടെ സമയത്തിന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കില്ല. അത് കറക്റ്റ് അതിന് കുറ്റം പറയുന്ന പിണറായി സർക്കാർ ഗവൺമെന്റിനെയാണ് കുറ്റം. അതുപോലെ നിങ്ങൾക്ക് പെൻഷൻ തരുന്നല്ലോ, അതിനെ കുറിച്ചൊന്നും പറയാം. പെൻഷൻ ഉണ്ടല്ലോ. പെൻഷൻ എനിക്ക് ഇനിയിപ്പോ അടുത്ത 30-ാം തീയതി തൊട്ട് 4000 രൂപ കിട്ടും. മൊത്തം 3 മാസത്തെ പെൻഷൻ അഡ്വാൻസ് ആയി ഗവൺമെന്റ് തരികയാണ്. അതിൽ 2000 രൂപ പിന്നെ തരും. ഇത് ഈ 30-ാം തീയതി തൊട്ട് 4000 രൂപ പെൻഷൻ കിട്ടും. വളരെ സന്തോഷമുണ്ട്. വളരെ സമാധാനം തന്നെ നമ്മൾ വെള്ളം കുടിച്ചു പോകുന്നത് ഈ വയസ്സുകാലത്ത്. ആരും തരാനുള്ളവരുണ്ട്. എന്നാലും നമുക്ക് നമ്മുടെ ജീവിതകാലം മുഴുവൻ തരാൻ പറ്റാതെയാണ്. പിന്നെ അങ്ങനെ ഈ പെൻഷന്റെ ഒറ്റ ഇത് കാരണം കൊണ്ടാണ് നമ്മൾ. ഇന്നലെ എത്ര വോട്ടിന് ഈ വർഷം CK ജയിക്കുമെന്നാണ് താങ്കൾ പറയുന്നത്? വോട്ടിന് മുകളിൽ ഭൂരിപക്ഷത്തോട് ജയിക്കും എന്നാണ് എന്റെ കണക്ക്. നമുക്ക് ഇലക്ഷൻ 9-ാം തീയതി കഴിഞ്ഞ് 4-ാം തീയതി എണ്ണുമ്പോൾ അന്നറിയാം. ഏപ്രിൽ മാസം 9-ാം തീയതി ഞങ്ങൾ പോളിംഗ് ബൂത്തിൽ പോകും. എന്ന് കറക്റ്റായിട്ട് ഞങ്ങൾ വോട്ട് ചെയ്യിക്കും. ഇതാണ് നമ്മുടെ പാർട്ടിക്കാരെല്ലാവരും ഒറ്റക്കെട്ടായി നമ്മൾ ജയിപ്പിക്കാനുള്ള 3-ാം തവണയും ജയിപ്പിക്കണം. ഹരീന്ദ്രൻ ജയിച്ചു വരണം. ഈ പാറശാല മണ്ഡലത്തിലെ വികസന നായകനായിട്ട് ഹരീന്ദ്രൻ ജയിച്ചു വരണം. പാറശാല മണ്ഡലത്തിൽ ഹരീന്ദ്രൻ 3-ാം തവണയും ജയിക്കുമെന്നാണ് ജോൺ നമ്മളോട് പറഞ്ഞത്. കൊല്ലയിൽ ഗ്രാമപഞ്ചായത്ത് ഒരു ഗ്രാമത്തുള്ളിടത്താണ് ജോൺ താമസിക്കുന്നത്. കൗതുകമായിട്ടാണ് ജോൺ പറയുന്നത്. CK ഹരീന്ദ്രൻ ഒരു കൗതുക നേതാക്കാണ്. ആരോട് എന്ത് പറഞ്ഞാലും സാധിച്ചു കൊടുക്കുമെന്നാണ് പറയുന്നത്. എന്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്തു നിന്നും ബാഹ്ലെ.